SDPI വോട്ട് സ്വീകരിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാതെ ഇടത് നേതാക്കൾ. വർഗീയവാദികളുടെ പിന്തുണ വേണ്ടെന്ന് പറയുമ്പോഴും SDPIയുടെ കാര്യത്തിൽ കൃത്യമായ മറുപടി നേതാക്കൾക്കില്ല. അതേസമയം CPM SDPI ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് കയർത്തു. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് LDF വിവാദമാക്കുന്നതിനിടെയാണ് ഇടതുപക്ഷത്തിന് SDPI പിന്തുണ എന്നുള്ളത് ചർച്ചയാകുന്നത്. പ്രധാനമായും വേങ്ങരയിൽ കഴിഞ്ഞ തവണ SDPI പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സ്വബാഹ് അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നത്. ഒപ്പം തന്നെ മങ്കടയിൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നൊരു പ്രതീതി വന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നത്. ഈ ആരോപണത്തോടാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ മൗനം പാലിക്കുന്നത്. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം ക്ഷുഭിതനായി രോഷാകുലനായാണ് പ്രതികരിച്ചത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കൃത്യമായ അജണ്ടയുണ്ടെന്ന് അദ്ദേഹം SDPI വോട്ടുകൾ വേണ്ട എന്ന് നിലപാടെടുക്കുമോ എന്ന ചോദ്യത്തോട് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുക, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുക. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചു. സമാനമായ നിലപാടാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും അങ്ങനെ ജാതിമതം ഭേദമന്യേ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിനെ ഞങ്ങൾ ആ തരത്തിലാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഘടനകളൊന്നുമായി ചർച്ച നടത്തി ഈ സംഘടനകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന ഒരു സമീപനം CPIM-നോ LDF-നോ ഇല്ല. അവർക്ക് അവരുടേതായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തെങ്കിലും തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. ഒപ്പം തന്നെയാണ് CPI സെക്രട്ടറി ബിനോയ് വിശ്വവും സമാനമായ രീതിയിൽ SDPI വോട്ട് വേണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാട് എടുക്കാൻ അദ്ദേഹവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആരെല്ലാമാണോ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതഭ്രാന്തിന് വളം വയ്ക്കുന്നവർ അവരെല്ലാം മറുഭാഗത്താണ്. അത്തരക്കാർ ഞങ്ങളുടെ കൂടെ ഇല്ല. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ ഒരു ആയുധമായി ഇപ്പോൾ UDF SDPI ബന്ധം ആരോപിക്കുകയാണ്. അതിനെ ഇടത് നേതാക്കന്മാർ CPI നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഒന്നും അതിനെ പൂർണ്ണമായി തള്ളിക്കളയാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം.